എം ടി വാസുദേവൻ നായരുടെ കുപ്രസിദ്ധമായ ഒരു സ്ത്രീ വിരുദ്ധ ഡയലോഗോടുകൂടി ഈ പരിപാടി ആരംഭിക്കാം എന്ന് വിചാരിക്കാം. ഇത് കേൾക്കുന്ന ഫെമിനിസ്റ്റുകൾ ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം. എൻ്റെ സ്വന്തം ഡയലോഗല്ല, എം ടി വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ഈ ചതിയൻ ചന്തുവായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി, അതിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിക്കുന്ന മാധവിയോട് പറയുന്നതാണ്. മാധവി തെലുങ്ക് നാട്ടുകാരിയുണ്ട്, അവർക്ക് ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം മനസ്സിലായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കും. ആ ഡയലോഗ് ഏതാണ്ട് ഇതുപോലെയാണ്. നീ അടക്കമുള്ള സ്ത്രീവർഗം കരഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കും, ശപിച്ചുകൊണ്ട് സ്നേഹിക്കും, മോഹിച്ചുകൊണ്ട് വഞ്ചിക്കും. ഇങ്ങനെയൊക്കെയാണ്. അത് സ്ത്രീവിരുദ്ധമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ചന്തു അന്ന് ആ സമയത്തൊരു മാനസികാവസ്ഥയിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഓർക്കും. മനസ്സിലൊന്ന് വിചാരിക്കും, പുറത്ത് വേറൊന്ന് പറയും. അവരുള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വലിയ ദുഃഖം അനുഭവിക്കും. വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ട് പുറമേക്ക് പുഞ്ചിരിക്കും. ഇത് രണ്ടും ചെയ്യാൻ കഴിവുള്ളവരാണ്. ശപിച്ചുകൊണ്ട് സ്നേഹിക്കും, വഞ്ചിച്ചുകൊണ്ട് പ്രണയിക്കും, പല്ലിറുമ്മിക്കൂട്ട് കെട്ടിപ്പിടിക്കും. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് രാഷ്ട്രീയത്തിൽ ശോഭിക്കും. ഈ സുരേഷ് ഗോപിക്ക് പറ്റുന്നൊരു കുഴപ്പമില്ല. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ അഭിനയം അറിയില്ല, സിനിമയിലെ അഭിനയം മാത്രമേ അറിയൂ. മുകേഷിനൊക്കെ ഈ തകരാറുണ്ട്. അവർക്ക് സിനിമയിൽ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റും, പക്ഷേ രാഷ്ട്രീയത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ അഭിനയമാണ് ശരിക്കുള്ള അഭിനയം. കേരളം കണ്ട ഏറ്റവും വലിയ നടൻ കെ എം മാണിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ പോലെ അഭിനയസിദ്ധിയുള്ള വേറൊരാൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടേ ഇല്ല. ആർ ബാലകൃഷ്ണപിള്ളയെ കോടതി ശിക്ഷിച്ചപ്പോൾ നടനായ ഗണേഷ് കുമാർ അഭിനയിച്ചേക്കാൾ വലിയ ദുഃഖമാണ് രാഷ്ട്രീയ നേതാവായ മാണി സാർ അഭിനയിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. മാണി സാറിനെ കുറിച്ചല്ല ഈ പരിപാടി. ഞാനിവിടെ പറയാൻ വന്നത് കെ ടി ജലീലിനെ കുറിച്ചാണ്. ആ ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേരളം ശരിയായ രീതിയിൽ ചർച്ച ചെയ്തില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കെ ടി നമ്മുടെ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അത് ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്തണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ പരോക്ഷമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എം ആർ അജിത് കുമാറിനെയൊക്കെ പ്രത്യക്ഷമായിട്ടും കുറ്റപ്പെടുത്തുന്ന ഒരു പോസ്റ്റായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കി. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ അറിയുമോ? മരണം വരെ CPM സഹയാത്രികനായി തുടരും, ഇടതുപക്ഷ അനുഭാവിയായി തുടരും. 4 തവണ MLA 1 തവണ മന്ത്രിയുമാക്കിയ പാർട്ടിയോട് മരണം വരെ കൂറുണ്ടായിരിക്കും എന്ന്. സാധാരണ ഇതിലൊരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായി തുടരും എന്ന് പറയുന്നത് കോൺഗ്രസിൽ രാജിവെക്കേണ്ട തലേദിവസമായിരിക്കും. കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾക്ക് നല്ലൊരു ഓഫർ ഒന്നുകിൽ BJPയിൽ നിന്ന് അല്ലെങ്കിൽ CPMയിൽ നിന്ന് വന്നിട്ടുണ്ട്, നല്ല എന്തോ ലഭ്യം പുള്ളിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റാവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കെ ടി ജലീൽ അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതേ ഒരു മാന്യനാണ്, കോളേജ് അധ്യാപകനായിരുന്ന ആളാണ്, സിമിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് പിന്നെ ലീഗായ ആളാണ്, ലീഗിൽ നിന്ന് CPM സഹയാത്രികനായി മാറിയ ആളാണ്. മലപ്പുറത്തിൻ്റെ രോമാഞ്ചമായ സാക്ഷാൽ കുഞ്ഞാപ്പയെ കുറ്റിപ്പുറത്ത് മലർത്തിയടിച്ച ആളാണ്. പിന്നീട് 2 തവണ 2 അല്ല 3 തവണ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. തവന്നൂരിൻ്റെ രോമാഞ്ചമാണ്, ആദർശശാലിയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയോ സന്യാസത്തിന് പോവുക ഒന്നും ചെയ്യാനുള്ള പ്രായമായിട്ടില്ല, വെറും 57 വയസ്സായിരുന്നു. 57 വയസ്സെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം നിറ യൗവനമാണ്. പല ആൾക്കാരും 57-58 വയസ്സിലാണ് ആദ്യമായിട്ട് നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നത്. ലീഗിൽ തന്നെ ഇങ്ങനെ മൂത്ത് നിറച്ച അത്രയും ആളുകളുണ്ട്. ആരെങ്കിലും ഒരാൾ മാറിയിട്ട് MLA ആകാൻ MP ആകാൻ കാത്തു നിൽക്കുന്നവർ. ഈ യൂത്ത് ലീഗിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ മൂത്ത ലീഗും കഴിഞ്ഞ് വയോധിക ലീഗായിട്ടും സീറ്റ് കിട്ടാത്തവരുണ്ട്. ജലീൽ അന്ന് സമയത്ത് കാല് മാറിയതുകൊണ്ട്, അല്ലെങ്കിൽ കൂറ് മാറിയതുകൊണ്ട്, അല്ലെങ്കിൽ ആദർശ രാഷ്ട്രീയക്കാരനായി മാറിയതുകൊണ്ട് MLA ആവാൻ പറ്റിയ ആളാണ്. MLA ആയതുകൊണ്ട് മന്ത്രിയാവാൻ പറ്റി. ജലീലിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ജലീലിനേക്കാൾ മുമ്പ് വന്ന ആളാണ് മഞ്ഞളാംകുഴി അലി. മഞ്ഞളാംകുഴി അലിക്ക് വലിയ ജനസ്വാധീനമുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, സിനിമാ നിർമ്മാതാവിൻ്റെ ഗ്ലാമറിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ടും അലിക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൽ അധികം നാൾ നിൽക്കാൻ പറ്റിയില്ല. അലി ആദ്യം മത്സരിക്കുന്നത് 96-ലാണ്. അന്ന് ചെറിയ വ്യത്യാസം തോറ്റുപോയി. 2001-ൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യം മങ്കടയിൽ നിന്ന് ജയിക്കുന്നത്. സാക്ഷാൽ KPM അജീതിനെയാണ് തോപ്പിച്ചത്. അടുത്ത തവണ MK മുനീറിനെ തോൽപ്പിച്ച് വീണ്ടും ജയിച്ചു വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു മഞ്ഞളാംകുഴി അലിയെ മാർസിസ്റ്റുകാരും മന്ത്രിയാക്കുന്നത്.
പക്ഷേ ആക്കിയില്ല. കാരണം എന്താ വെച്ചാൽ മഞ്ഞളാംകുഴി അലിക്ക് സ്ഥായി ഉണ്ടായിരുന്നത് VS അച്യുതാനന്ദനുണ്ടായിരുന്നു, പിണറായി വിജയനോടായിരുന്നില്ല. ജലീൽ ബുദ്ധിമാനായതുകൊണ്ട് പിണറായിയുടെ മച്ചമ്പിയായിട്ട് മാറി. അതുകൊണ്ട് മഞ്ഞളാംകുഴി മന്ത്രിയായില്ല. അദ്ദേഹത്തെ അധികം വൈകാതെ CPMകാർ ചവിട്ടി പുറത്താക്കി. പുള്ളി ലീഗിൽ പോയിട്ട് മന്ത്രിയാവുള്ളൂ. അതൊക്കെ വേറെ കഥയാണ്. പക്ഷേ ജലീൽ അങ്ങനെയല്ല, ബുദ്ധിമാനായതുകൊണ്ട് പിണറായി സഖാവിൻ്റെ ഒരു മച്ചമ്പിയായിട്ട് നിന്ന് മന്ത്രിയായി. മാത്രമല്ല പാർട്ടിക്കാരായ MLAമാർക്ക് 2 തവണ അടുപ്പിച്ച് ജയിച്ചവർക്ക് 3ാമത് സീറ്റില്ല എന്ന നിയന്ത്രണം കൊടുത്തു. അങ്ങനെ സുരേഷ് കുറുപ്പിന് സീറ്റ് കിട്ടാതെ, രാജു അബ്രാമിന് സീറ്റ് കിട്ടാതെ, പ്രദീപ് കുമാറിന് സീറ്റ് കിട്ടാതെ പോയി. പക്ഷേ അപ്പോഴും ജലീലിന് സീറ്റ് കിട്ടി. കാരണം ജലീൽ പാർട്ടിക്കാരനല്ല. പാർട്ടിക്കാരല്ലാത്തവർക്ക് നിയന്ത്രണം ബാധകമല്ല. മനസ്സിലായില്ലേ? കണ്ണുമാമുരി മരിച്ചു, കാളിദാസൻ മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു. പക്ഷേ ശകുന്തള മാത്രം മരിച്ചില്ല. അതുപോലെ, കാരണം ശകുന്തള പാർട്ടിക്കാരിയല്ല, സഹയാത്രികയായിരുന്നു. അതുകൊണ്ട് ശകുന്തള മരിച്ചില്ല. KT ജലീലിന് സീറ്റ് കിട്ടി. KT ജലീൽ വീണ്ടും ജയിച്ചു. പക്ഷേ മന്ത്രിയാവാൻ പറ്റിയില്ല. കാരണം എന്താ? അപ്പോഴത്തേക്കും ലോകായുക്തയുടെ മറ്റേ ഇണ്ടാസു. അതുകൊണ്ടാണ്. അപ്പോഴും ഇതിൻ്റെ ഒരു മച്ചമ്പിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിക്ക് ഈ പ്രേമനൈരാശ്യം ഉണ്ടായത്. പ്രേമനൈരാശ്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഇനി കോതമംഗലത്ത് DYFIക്കാർ പോർക്ക് ഫെസ്റ്റ് നടത്തിക്കൊണ്ടാണ്, അതോ കാന്തപുരം മുസ്ലിയാരും പിണറായി സഖാവും തമ്മിലുള്ള ഇക്വേഷൻ മോശമായതുകൊണ്ടാണ്? അതുമല്ല, കുഞ്ഞാലിക്കുട്ടി വീണ്ടും മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്, നമുക്കറിയില്ല. ഏതായാലും കാര്യമായ എന്തോ സങ്കടം പുള്ളിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം വിട്ട് ഒഴിഞ്ഞു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇനിയും ആവശ്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഈ തീരുമാനം പുനഃപരിശോധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഈ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട്, സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഞാൻ പാർട്ടിയിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിട്ടുപോകും എന്നുള്ളതാണ്. അങ്ങനെ വിട്ടുപോകുന്ന ആളല്ല എന്നറിയാമെങ്കിലും അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായി തുടരട്ടെ. ഇടതുപക്ഷത്തായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം കൈവിടാതിരിക്കട്ടെ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം കേരള നിയമസഭയിലെ അംഗമായിട്ടും അല്ലെ ലോക്സഭാ അംഗമായിട്ടും കേന്ദ്രമന്ത്രിയായിട്ടുമൊക്കെ പ്രശോഭിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.